നീ ഇപ്പൊ എന്തായി പറഞ്ഞു വരുന്നേ? അവളുമാരെ തൊഴിലുറപ്പിന് കൊണ്ടുവന്നാണോ? കുനിഞ്ഞു നിന്ന് മുറ്റടിക്കാൻ മടിയുള്ളേനോ? എന്നെയാണ് തൊഴിലുറപ്പ്. അതല്ല ആശാനെ, നാടകത്തിന്റെ സീസൺ കഴിയാൻ പോവാണ്. ജപ്തി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും പിടിച്ചു നിൽക്കാൻ ഒരു സൈഡ് ബിസിനസ് വേണ്ടേ? ഞാൻ കപ്പലിന്റെ കച്ചവടം നടത്താൻ പോണെന്നാണ് നീ പറഞ്ഞു വരുന്നത്. ആശാനല്ല, സുഹാസിനി ചേച്ചി. അവളീ കപ്പലിന്റെ കച്ചവടത്തിനൊക്കെ പോവും. കപ്പലണ്ടി കച്ചവടത്തിനല്ല, ഒരു കാറ് വാങ്ങേണ്ട കാര്യം പറഞ്ഞില്ലേ? കാറ് വാങ്ങിച്ച എങ്ങനെയാണ് സൈഡ് ബിസിനസ് ആവുന്നേ? ചേച്ചി ഇങ്ങോട്ട് വന്നേ. എന്നോട് പറഞ്ഞത് വള്ളി പുള്ളി തെറ്റാതെ ആശാനോട് പറഞ്ഞു കൊടുത്തേ. പ്രേമേട്ടാ, കാറ് വാങ്ങിയാ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാം. ഒരു ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട വാങ്ങൂടാ? എന്റെ പൊന്നു സുഹു, നിനക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ പോയാ പോരെ? അതിന് കാറ് വാങ്ങിച്ച കാശ് വേണോ? നമ്മൾ ഒരു കാറ് മേടിക്കുന്നു, അതിൽ സുഹാസിനി ചേച്ചി ഡ്രൈവിംഗ് പഠിക്കുന്നു. നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നു, സുഹാസിനി ഡ്രൈവിംഗ് സ്കൂൾ. പിന്നെ ചേച്ചിയല്ലേ ആശാനെ ഈ നാടിന്റെ ഡ്രൈവിംഗ് സ്കൂൾ. എന്തോന്നൊക്കെ പറയണേ? അയ്യോ തെറ്റിദ്ധരിക്കല്ലേ ചേച്ചി, ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്റെ പ്രേമേട്ടാ, ഇത് ഏത് കാലാ? ഇത് എന്റെ കാല്, ഇത് നിന്റെ കാല്, ഇത് അവന്റെ കാല്. അല്ല, ഇത് ഏത് കാലമാണെന്ന്. എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇത് കലികാലം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ കഷ്ടകാലം. അല്ല, പീഡനകാലം. അത് ഏറ്റവും അധികം നടക്കുന്നതേ ഇതുപോലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളിലാ. ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലേ പെൺകുട്ടികൾക്ക് പീഡന ഭയമില്ലാതെ വന്ന് ഡ്രൈവിംഗ് പഠിക്കാം. വരുന്നവരൊക്കെ നല്ല കാശ് തരും, പിന്നെ ഗുരുദക്ഷിണയായിട്ട് നല്ല ടിപ്സും കിട്ടും. ആശാനെ, അങ്ങനെ ചേച്ചി നാട്ടിൽ ടോപ്പ് ആവും. ടിക് ടോപ്പ്. അങ്ങനെ ഒരു വരുമാന മാർഗമാകുമെങ്കിൽ കാറ് വാങ്ങിക്കുന്ന കാര്യവും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്ന കാര്യവും ഇനി ആ കുന്തത്തിൽ കയറി നടക്കാത്തതിന്റെയാ. ലാലേട്ടനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ, പറഞ്ഞിട്ട് കാര്യമില്ല. അവള് പറയുന്നതിനൊത്തങ്ങ് തുള്ളുവോ. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് തന്നെ തിരിച്ചു പോയേക്കാം. ലാലേട്ടാ, മിണ്ടാതങ്ങ് പോവാണല്ലേ? രണ്ട് കൊച്ചു വർത്താനം പറയാൻ വേണ്ടിയാ വന്നത്. നീ തിരക്കാണെന്ന് മനസ്സിലാക്കിയപ്പോ തിരിച്ചു പോവാൻ നോക്കിയതാ. അതെ, അഭിനയം അങ്ങ് നാടകത്തിൽ മതി കേട്ടാ. ഏമു, നിന്റെ മുന്നിൽ വരുമ്പോ ഞാൻ അറിയാതെ ആ പഴയ റൊമാൻറ്റിക് ഹീറോ ആയി മാറും. കാരണേ നീ അത്രയ്ക്ക് സുന്ദരിയാടി. അയ്യടാ, അങ്ങനെ സൂചിപ്പിക്കല്ലേ. കാറ് ബുക്ക് ചെയ്തല്ലേ? കാറോ? ഏത് കാറ്? മഴക്കാറ്. ദേ മനുഷ്യ, എന്റെ മുമ്പിൽ പൊട്ടം കളിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ ഇതെങ്ങനെ അറിഞ്ഞടി? ഇത്തിരി തീവെള്ള അകത്തി എന്നാലേ കനകിന്റെ മനസ്സിന്റെ കഥക് കറകറാ ശബ്ദത്തിൽ തുറക്കുന്ന ലാലേട്ടന് നന്നായിട്ടറിയാലോ. കാറ് വാങ്ങിക്കുന്ന കാര്യവും ഡ്രൈവിംഗ് സ്കൂള് തുറക്കുന്ന കാര്യവും ഒക്കെ അവൻ വള്ളി പുള്ളി തെറ്റാതെ എന്നോട് പറഞ്ഞു. കനക, നിന്റെ കൂടെ നിന്ന് കാലേ ചവിട്ടുന്ന പരിപാടി ഇതുവരെ നിർത്തിയില്ലല്ലേ? ഈ വീട് ജപ്തിയുടെ വക്കിലാ നിക്കുന്നേന്ന് അറിയാലോ. അപ്പോഴോ ഒരു കാറ്, വെറുതെ ആഡംബരം കാണിക്കാൻ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എടീ, അത് പിന്നെ സംഗതി അറിഞ്ഞപ്പോ അതിലൊരു സാധ്യത ഞാൻ കണ്ടു. പിന്നെ സീസൺ കഴിയാ, എടി ജീവിക്കാനൊരു മാർഗം വേണ്ടേ? വേണം വേണം. ജപ്തി ചെയ്ത് ഇവിടുന്ന് ഇറക്കി വിടുമ്പോഴേ എല്ലാവർക്കും കൂടെ ആ കാറിൽ കിടന്നങ്ങ് ഉറങ്ങാം. റിഹേഴ്സൽ ക്യാമ്പ് അതിനകത്താക്കാം. എന്റെ ഹേമേ, ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണെന്നേ. എടി, നമ്മുടെ പകുതി ചെലവ് അതിൽ നടന്നു. ഞാൻ അതിലും നല്ല ഗുണമുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അത് മൈൻഡ് പോലും ചെയ്തില്ല. നീ എന്തു പറഞ്ഞു? മമ്മി ആൻഡ് മീ എന്നുള്ള ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോയില് ഞാനും മാളും പങ്കെടുക്കാൻ പോകുന്നെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ? ഓ അതോ. എടി, അവിടെ പോയി തുള്ളി കളിച്ചിട്ട് എന്ത് കിട്ടാനാ? ഓ, എന്ത് കിട്ടാനാന്ന്. എന്റെ മോളുടെ നടു പോയാലും വേണ്ടില്ല, ഒരു കിടപ്പാട ഒപ്പിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങള് നോക്കുന്നത്. നീ എന്തൊക്കെയാണ് ഹേമു ഈ പറയുന്നത്? എന്റെ മനുഷ്യ, ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വിജയിക്കണെങ്കിലേ ചില്ലറ പാടൊന്നും പെട്ടാ പോരാ. നടുവിന്റെ നട്ടും ബോൾട്ടും ഒക്കെ ഇളകും. കിട്ടാൻ പോകുന്നതേ 1.5 കോടിയുടെ ഫ്ലാറ്റാ. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും കേറി കിടക്കാൻ ഒരു കിടപ്പാടാവുമല്ലോ. ശരി, ഞാനിപ്പോ എന്താ വേണ്ടേ? എനിക്കും എന്റെ മോൾക്കും നാടോടി നൃത്തം പഠിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഒരു മാഷിനെ കണ്ടെത്തി തരണം. എപ്പോ വേണം? നാളെ തന്നെ വേണം. ശരി, നാളെ തന്നെ മാസ്റ്റർ ഇവിടെ എത്തിയിരിക്കും.
നടനശ്രീ താമരക്കുളം താമരാക്ഷൻ. എന്തൊക്കെ ഈ കാണിക്കുന്നത്? എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോ ഭൂമി വന്ദനം ചെയ്തിട്ടില്ലായിരുന്നോ? ആണോ? പഠിക്കണോ? എന്ത്? ഡാൻസ്. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ മര്യാദക്ക് നടക്കാൻ പറ്റുന്നില്ല. നല്ല ബോഡിയാണല്ലോ, ഞാൻ പഠിപ്പിച്ചു തരാടോ. ഈ വയറൊക്കെ അങ്ങ് പമ്പ കിടക്കും. വയറ് കുറയ്ക്കാനുള്ള പ്രത്യേക സ്റ്റെപ്പാണ്. കണ്ട, ഇതെങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇതിന് കുറവൊന്നുമില്ലല്ലോ. അത് ഡാൻസ് കളിച്ച് ഉറച്ചു പോയിടോ. ആ, ഇനി മസിൽ ഉണ്ടാവുന്ന സ്റ്റെപ്പ് കാണണോ? ദേ കണ്ടോ, ഇത് ദിവസം പ്രാക്ടീസ് ചെയ്താ മസിൽ ഇങ്ങനെ മുഴച്ചു വരും. അതെ, ഡാൻസ് പഠിക്കേണ്ടവരൊക്കെ മോളില്ല. മാത്രമല്ല എന്റെ മുന്നിൽ തലകുത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതല്ല സാധനെ, രാവിലെ സാധകം ചെയ്തിട്ടില്ല. 4 സ്റ്റെപ്പ് വെച്ചിങ്ങനെ കൈയും കാലിങ്ങനെ ആട്ടി കളിച്ചാലേ പഠിപ്പിക്കാൻ ഒരു ഉഷാറുണ്ടാവും. എവിടെ എന്റെ ശിഷ്യന്മാരെ? കൂടെ തന്നെ കാട്ടിത്തരടോ. കൊള്ളാന്റെ വീഡിയോ എന്തേട് ഇത് എവിടെ പോണ്? ഞാനിങ്ങനെ എപ്പോഴും ഓട്ടയ്ക്ക് ചെയ്യും. ഓവർടേക്ക് ചെയ്തോ, ഓവർടോക്ക് ചെയ്യാഞ്ഞ മതി. ഹലോ, ആ പറഞ്ഞോളൂ. ആശാൻ ഇവിടെ ഇല്ല, പുറത്താ. ആരുടെ പുറത്താന്നു? എടോ, വെളിയിൽ പോയിരിക്കാന്ന്, വീട്ടിലില്ലെന്ന്. ശവം. ആ പറഞ്ഞോ. ഇതാണ് എന്റെ വത്സര ശിഷ്യ. വത്സലയോ? ഞാൻ വത്സലയെ സൗദാമിനി ഒന്നുമല്ല, സുഹാസിനിയാ. ആ, ഈ പേരൊരു സിനിമാ നടി ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ഇരിക്കുന്നില്ല. വളരെ വ്യത്യാസമുണ്ട്, ടോട്ടൽ ഡിഫറൻസ്. അല്ല, താനാരാ? തന്നെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ താമരാശൻ, നടനശ്രീ തിത്താൻ തിരിക്കണതും താമരാശൻ. തന്റെ ഒരു തരികിട ഇവിടെ നടക്കില്ല. ഇറങ്ങിപ്പോയേ, ഇറങ്ങിപ്പോടോ. അമ്മേ, അപ്പൊ ഇതായിരിക്കും എന്റെ ശിഷ്യ. ഇത് ഞാൻ കുറെ പാടുപെടും. അരമണ്ഡലത്തിലിരിക്കാൻ പെടാപ്പാടുപെടും എന്റെ നടരാജാ. നീ നോക്കിക്കോ, നിന്നെ ഞാൻ ശോഭനയാക്കും. ശോഭനയോ? അല്ലെങ്കിൽ മഞ്ജു വാര്യരെങ്കിലും ആക്കും. എന്നെയോ? കുറഞ്ഞ പക്ഷം ചളിക്കവട്ടം അമ്മുക്കുട്ടിയെങ്കിലും ആക്കും. അതാരാ? എന്റെ ശിഷ്യയാ. ഇത്തവണ കേരളോത്സവത്തിന് സ്റ്റേറ്റ് ലെവലിൽ നാടോടി നൃത്തത്തിന് അവക്കാരന് ഫസ്റ്റ്. കുട്ടി പേടിക്കണ്ട കേട്ടോ, കുട്ടിയെ റെഡിയാക്കി തരാം. കവിത, നീ അകത്തേക്ക് പോയേ. ഇയാളെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അയ്യോ കുട്ടി, പോവല്ലേ പോവല്ലേ. താൻ ആരാടോ? താൻ എന്തിനാ ഈ വീട്ടിനകത്ത് കയറിയത്? ആഹാ, അത് ശരി. ഈ മുതൽ ഇവിടെ വന്ന് നിൽക്കായിരുന്ന? ഇത് ആരാടത്? ഇവിടെ അല്ല, പഠിപ്പിക്കുന്നത് വേറെയാ. ഈ കുട്ടിക്ക് നല്ല വാസനയുണ്ട്. അത് നല്ല മണുള്ള സോപ്പിട്ട് കുളിച്ചിട്ടാ. താമരക്ഷം വേടോ, ഞാൻ പോടോ, ഞാൻ വരാടോ. അമ്മയുടെയാണ് മോള്. ആണെങ്കി മത്ത് കുത്തി കുമ്പിള പൊളിക്കും. ഏതാടി ആ ഞരമ്പ് രോഗി? അമ്മേ, ഹേമാമയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ഡാൻസ് മാഷാന്ന് തോന്നുന്നു. ഹേമയോ? എന്തിന്? ഹേമാമയും മാളവികയും കൂടി മമ്മി ആൻഡ് മീ എന്ന ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോവാ. 1.5 കോടിയുടെ ഫ്ലാറ്റാ സമ്മാനം. 1.5 കോടിയോ? ആ എടി മോളെ, എന്നാ നമുക്ക് 2 കൂടി ഒന്ന് പോയാലോ? പിന്നെ ഉപ്പ് ചാക്കുകെട്ട് പോലെ ഇരിക്കുന്ന അമ്മയും കൊണ്ട് ഡാൻസ് കളിപ്പിച്ചാലേ 1.5 രൂപ കിട്ടില്ല. ഡേ, ഞാൻ ഉപ്പ് ചാക്കാണെങ്കിലേ നീ കച്ചിത്തുറുവാ. എടി വേണ്ടായിരുന്നു, വെറുതെ വടി കൊടുത്തു. ഷോ, അമ്മ എന്തേ കാണിക്കുന്നേ? അങ്ങനെയല്ല, ഇങ്ങനെ ഇട്, ഇതാണ് പുറം. നീ എന്തെന്നെ പഠിപ്പിക്ക? അതെ, നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് തെറ്റാ. ഇതിടുന്നത് ഇങ്ങനെയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ പിടിക്കണം, എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ കണ്ട. ഇനി ഉണ്ടതല്ലാണ്, ഞാൻ തരാം. മനസ്സിലായില്ല. എന്റെ മാഷേ, നിങ്ങൾ ഇവിടെ തലോണയ്ക്ക് ഉറടാൻ വന്നതാണോ അതോ ഡാൻസ് പഠിപ്പിക്കാൻ? അയ്യന്റെ ഈശ്വരാ, ഹേമച്ചി ഓട്ടം തുള്ളൽ പഠിപ്പിക്കുന്ന ഡാൻസ് മാഷാ. ഓട്ടംതുള്ളലല്ല, നാടോടി നൃത്തം. എല്ലാം ഒരു തുള്ളലാണല്ലോ. എന്നെ അറിയപ്പെടുന്നതേ നടനശ്രീ താമരാക്ഷൻ എന്ന. നൃത്തലോകത്തെ മുടിചൂടാമൻ എന്ന് ചിലരെന്നെ വിശേഷിപ്പിക്കുമെങ്കിലും ഞാൻ അതിലൊന്നും അഹങ്കരിക്കാറില്ല കേട്ടോ. ഈ ചിലർ ആരൊക്കെയാണാവോ? എന്റെ ഭാര്യയും അവരിലുള്ള കുട്ടികളും. അയ്യോ, എന്നാ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഒന്നിറങ്ങി തരും. അത് ശരി, പാലം കടക്കുള്ള നാരായണ അല്ലേ? അതിനിടയ്ക്ക് താൻ പാലവും പണിതാ. ഒന്നിങ്ങോട്ട് നീങ്ങി നിൽക്കാവോ തവളമോറൻ? ദാ നോക്കിക്കോളൂ. സബാഷ്. ഇത് ലെസൺ 1. കുട്ടി, സംഗീതം എന്ന് പറയുന്നത്
അഗാധമായിട്ടൊരു കൊക്കയാണ്. ഈ കൊക്കയിൽ വീണ് കിടക്കുന്ന കലാകാരന്മാരാണ് യേശുദാസ്, എസ് ജാനകി, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ. ഈ കൊക്കയെ പറ്റി ഗായിക എസ് ജാനകി ഇങ്ങനെ പാടിയിട്ടുണ്ട്. കൊക്ക മണ്ടി കോണനിറച്ചി ആർക്ക് വേണം ആർക്ക് വേണം? തനിക്ക് വേണം? എനിക്കും വേണ്ട. എനിക്കും വേണ്ട. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാല്ലേ? നല്ലൊരു നാടോടി പാട്ട് പ്ലേ ചെയ്യണം. നാട്ടുകാർ ഓടരുത്. നീ ഇനി ഇവിടെ നിന്ന് ആഭാസത്തരം പറഞ്ഞാൽ നിന്നെ ഞാൻ ഓട്ടിക്കും. കശ്മല. യെസ് കമിൻ. ആ ഇവിടെ മതി. ഓടിക്കളിക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട്. ഞാൻ അത് കളിച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കണ്ട് പഠിച്ചോണം. മോളെ ഈ പാട്ടൊന്ന് പ്ലേ ചെയ്തേ. ആ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് മനസ്സിലായി. സ്റ്റെപ്പിന്റെ എണ്ണം കൂട്ടണമെന്നല്ലേ? അത് ഞാൻ കൂട്ടിയിരിക്കും. അതല്ല, ഇത് രണ്ടാം നില. ആ. ഈ കാണുന്നത് മച്ച. ഏ? പൊളിക്കല്ല മച്ചു. അവനെ കോണിപ്പടിമെന്ന് മൂടും കുത്തി വീഴും. ഷൂറാ. മാഷേ, താനവന്റെ മൂട് നോക്കിയിരുന്ന എന്റെ മൂട് പോകൂടോ? ഡാൻസ് പിടിക്കാൻ നോക്കൂടോ അസത്തെ. ഓ ആശാനെ, ആശാനത്തെ എവിടെയുണ്ട്? എടാ അത് ഞാൻ പറയാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? നടനശ്രീ താമരക്കുളം താമരാക്ഷൻ അവർകളൊക്കെ വന്നില്ലേ? വന്നു. ആളൊരു സംഭവം തന്നെ. ചെറിയൊരു സംശയമുള്ളൂ. സ്ഥലം താമരക്കുളാണോ അതോ പൊട്ടക്കുളാണോ? പൊട്ടക്കുളോ? ഹേയ്, അയാള് താമരക്കുളം തന്നെ പറഞ്ഞേ. നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? അല്ല, പൊട്ടക്കുളത്തിൽ വീണ തവളെ പോലെ ചാടിത്തുള്ളി നടക്കണ കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. എടാ അതെ, ഈ ദിംതിരകിടതോങ്കാരൊക്കെ അങ്ങനെയാ. ഒരു ചെറിയ പൊട്ടവർക്ക് കാണും. എന്നാലും സംഗതി പൊളിച്ചില്ലേ? പൊളിക്കും. മിക്കവാറും ആ താമരക്കുളം ഈ വീടിന്റെ മച്ചു പൊളിക്കും. ആശന്ത എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല? ഇവിടെ കനക, താമരാക്ഷൻ നാടോട് നൃത്തം പഠിപ്പിക്കാൻ വന്നതോടുകൂടി ഏമ അടങ്ങി. പക്ഷെ സുഹാസിനിയുടെ കാര്യം ഇനിയും ശരിയായിട്ടില്ലല്ലോ. എന്നാ സുഹാസിനി ചേച്ചിക്ക് കുച്ചിപ്പുടി പഠിപ്പിക്ക്. ആ വഴക്ക മറട്ടെ. എടാ കുച്ചിപ്പുടിയാണോ സുഹാസിനി ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ കാറ് വാങ്ങിക്കണമെന്നല്ലേ? നീ എന്താ പോട്ടെ, അത് മറന്നുപോയോ? ഓ, ഓക്കെ. അല്ല, അതിന് സുനിച്ചം വന്നോ? അവനാണല്ലോ കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞത്. എടാ സുനിച്ചം വന്നു. പക്ഷെ ഒറ്റയ്ക്കല്ല, നല്ല ഒന്നാം തരം ഒരു മുതലും കൊണ്ട്, ഒരു ഉഗ്രം മുതല്. ആശാനെ, സംഗതിയൊക്കെ കൊള്ളാം. ആള് സുനിച്ചനാ. ഇവിടെ മുങ്ങിയ അവിടെ പൊങ്ങണോനാ. പോലീസുകാരന്റെ ലാത്തി വരെ എടുത്തിട്ട് പുട്ടുകുത്തണോനാ, അറിയാലോ? ഏയ്, പക്ഷേ എന്നോടൊരു പ്രത്യേക സ്നേഹം അവനുണ്ട്. അതെ. അതുകൊണ്ടാണല്ലോ ആശാന്റെ ഫോട്ടോ വെച്ച് ചിട്ടിത്തട്ടിപ്പ് നടത്തി നാട്ടുകാരെ പറ്റിച്ചത്. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം കാര്യങ്ങൾ നീക്കാൻ. ആ, എന്തായാലും അവൻ ഇപ്പൊ കണ്ടെത്തി തന്നേക്കണത് ഒരു ഉഗ്രൻ സാധനം തന്നെയാണെന്ന് അവൻ പറയുന്നു. ഞാനതേ കാണാൻ പോവാ. ശേഷം സ്ക്രീനിൽ ആശാന ഒന്നും നോക്കാനുമില്ല കാണാനുമില്ല. വണ്ടി ഉഗ്ര കണ്ടീഷനാണെന്ന്. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? അതിനല്ലേ വണ്ടിയുടെ ഒറിജിനൽ ഓണറെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം മാമ. വണ്ടി നല്ല കണ്ടീഷൻ അല്ലേ? വണ്ടി നല്ല കണ്ടീഷൻ അല്ലേ മാമ? ഒന്ന് ഉറക്കെ പറ. എടാ വെടിവെച്ച പുകയാണ്. ഒരു മിനിറ്റ്. അതെ മാമ, വണ്ടി നല്ല കണ്ടീഷൻ അല്ലേ? കാശണ്ടി ഒന്നും അധികമില്ല, കുറച്ചേ ഉള്ളൂ. എടാ മലയാളത്തിൽ പറയടാ. ഒന്ന് നിക്കണേ. വണ്ടി നല്ലതല്ലേ? നീ നിക്ക് ചേട്ടാ, ഞാൻ പറയാം. വണ്ടി നല്ലതല്ലേ? നല്ലതാണ്. അങ്ങനെ പറഞ്ഞു അനുഭവം പറയുന്നത്. ആട്ടെ, ഈ വണ്ടിയെ കുറിച്ച് നീ ഇങ്ങനെ ജാക്കി വെച്ച് പൊക്കി പറയുന്നതല്ലാതെ ഈ പറയുന്ന യമണ്ടൻ വണ്ടി എവിടെയാ? ഞാൻ കാണാ. അവതാരപ്പിറവിയുടെ അവസാനത്തെ രൂപമായ ആ വിശ്വരൂപം കണ്ട ആശാൻ ഞെട്ടരുത്. നോക്കാശാനെ, കിടപ്പ് കണ്ടില്ലേ? അവന്റെ പ്രൗഢി കണ്ട. ഇതുപോലെ ഒരെണ്ണം സ്വന്തമാക്കണമെങ്കിലേ ഭാഗ്യം വേണം. എങ്ങനുണ്ട്? എടാ ഈ വണ്ടിയാണോ? തീവണ്ടിയോ? എടാ ഈ വണ്ടിയോന്ന്. ഇതിനെന്താ കുഴപ്പം? എന്റെ ആശാനെ, കീ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാലുണ്ടല്ല. സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാലോ? അപ്പൊ സ്റ്റാർട്ട് ആവില്ലേ?
സ്റ്റാർട്ടാക്കി ക്ലച്ച് ഔട്ട് ഗിയർ വീണാൽ അപ്പൊ ഗിയറും വീഴില്ലേ? അതല്ല, ഗിയർ വീണ് ആക്സിലേറ്റർ ചവിട്ടിയാൽ വണ്ടി അങ്ങ് പറക്കും. അപ്പൊ റോട്ടിൽ കൂടെ ഓടില്ലേ? ഓടുവന്ന് ആ ഒരാള് മാത്രം ഉപയോഗിച്ച വണ്ടിയായത്. അതാരാ? ദാ, ഈ നിൽക്കുന്ന മാമന്റെ മുത്തശ്ശൻ. എടാ ഈ കിളവന്റെ മുത്തച്ഛനാ? ആ അല്ലേ? കണ്ടാ ചിരിയണ്ടാ? എടാ അപ്പൊ ഇതൊരു പുരാവസ്തു ആണല്ലേ? എന്റെ ആശാന, ഈ വണ്ടിയും വീഞ്ഞും ഒരുപോലെ പഴകും തോറും വീര്യം ഇങ്ങനെ കൂടി കൂടി വന്നോണ്ടിരിക്കും. അത് ഞാൻ ആദ്യമായിട്ട്. ആശാന് വണ്ടികളുടെ മർമ്മം അറിയാഞ്ഞിട്ടാ. വണ്ടിക്ക് ഇച്ചിരി പഴക്കം വന്നാലും അങ്ങനെ ഇങ്ങനെ കൈമാറി ഓടിക്കാത്ത വണ്ടിയാണെങ്കിലേ നമ്മള് രക്ഷപ്പെട്ടാച്ചാരെ. അതേന്ന് ഇപ്പൊ ഇതിന്റെ ഓണർ പരശുരാമന്റെ കാര്യം പറയുകയാണെങ്കിലേ ഇതിനകത്തൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. പിന്നെ ഒടുവില് ഇതിനകത്തിരുന്ന് അറ്റാക്ക് വന്ന് മരിക്കില്ലായിരുന്നു. ഇതിന്റെ അകത്തിരുന്ന് മരിച്ചെന്നാ? അത് പറയാതെ ചിരിച്ചിരിച്ച് ചാകും. സ്റ്റിയറിംഗ് പിടിച്ചിരുന്ന് മരിച്ച ആ ബോഡി വലിച്ചെടുക്കാൻ പറ്റ പാടേ. ആശാന് വേറൊരു കാര്യം അറിയണോ? ഗാന്ധിജിയൊക്കെ കേറിയിട്ടുള്ള വണ്ടിയാണിത്. ആ ഗാന്ധിജിയാ? അല്ല, ആ ഗാന്ധിജിയുടെ ഒക്കെ ചെറുമകനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. എന്തിനു കൂടുതൽ പറയണം, ഈ വണ്ടി ഉണ്ടല്ലോ തൊട്ടാ പറക്കും. അല്ല അപ്പൊ ഇത് ഓടൂലേ? അല്ല, ഓടും. സമയം കളയാതെ ആശാൻ അങ്ങോട്ട് കേറിയാട്ടെ. സംഗതി ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഇവനെ കൊണ്ടുപോവാം. അല്ലടാ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? എന്ത് വില? എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്റെ ആശാനെ ഞാൻ ചതിക്കുവോ? 60,000 രൂപ. അത് അപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടും ഇല്ല. ആ 60,000 രൂപ? അതേന്നേ, ഇത് ആശാൻ ഒരു മുതൽക്കൂട്ടാ, ഉറപ്പ്. മുതല് കൂട്ടുവെന്നാണോടാ നീ ഉദ്ദേശിച്ചത്? വെച്ചടി കേറ്റുമായിരിക്കുമെന്ന്. എന്നാ പോവാം. അല്ല അപ്പൊ ഇങ്ങനെ അതാ പോന്ന വഴിക്കെങ്ങാണ് തട്ടാവുന്നേ. ആ അവിടെ ഇറക്കാവന്ന്. എന്നാ നമുക്ക് പോകാം. പോക്കാ ആശാനെ 1 മിനിറ്റ് ചെവി കേൾക്കാതെ എന്തെങ്കിലും വായത്തോന്നും വിളിച്ചു പറഞ്ഞിട്ട് എന്നെ ഇടങ്ങേറാക്കല്ലേ മാമ. ആശാൻ കേറിയാട്ടെ. വാ, ഇങ്ങോട്ടൊന്ന് മാറ്. ഒക്കത്തിൽ തന്നെ ശകുനോ. വാ മാമ കേറിക്കോ. അങ്ങോട്ട് തിരിയില്ല, ഇങ്ങോട്ട്. ആ അങ്ങനെ ഇരി. എന്തോ നോക്കുന്നേ? അല്ലടാ ഇതിന് സീറ്റ് ബെൽറ്റ് ഇല്ലേ? എന്തുവാ സീറ്റ് ബെൽറ്റേ? പിന്നെ അന്നത്തെ കാലത്ത് പാന്റിന് പോലും ബെൽറ്റ് കണ്ടുപിടിച്ചിട്ടില്ല, പിന്നെ ആ സീറ്റ് ബെൽറ്റ്. ഇപ്പൊ ശരിയാക്കി തരാം. താമരശ്ശേരി ചുരം ആവൂ. ടാറ്റായി ഭാഗ്യം. അയ്യോ ശരിയാക്കി. തല ഇവിടെ ഉണ്ടല്ലോ. സ്വപ്നായിരുന്നു. അല്ല സ്വപ്നല്ലല്ല, വിമാനത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. പാകിസ്ഥാൻ ഇവിടെയും വന്ന് പോകുമ്പോ എന്ത് സൗണ്ടാണ് ഈ കേൾക്കുന്നത്? നോക്കിയിട്ടൊന്നും കാണാനില്ല. എന്തത്? വിമാനല്ലേ? ഇതെന്താ ഡോൾബി സിസ്റ്റം വെച്ച ഹെലികോപ്റ്ററോ? ഒന്നും കാണാനില്ലല്ലോ. ഇന്നലെ അടിച്ച വാറ്റ് വ്യാജനായിരുന്നോ? കണ്ണടിച്ചു പോയോ? ഇതെന്ത് സാധനം? ഓടി വരുവാണല്ലോ. നീയായിരുന്ന? അത് ശരി, ആശാനുണ്ടായിരുന്ന? എങ്ങനെയുണ്ടാ കറയാ നമ്മുടെ പുതിയ വണ്ടി? സംഗതിയൊക്കെ കൊള്ളാം. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ ഒന്നും തോന്നരുത്. നിന്റെ അഭിപ്രായം പറയട്ടെ. പറയട്ടെ പാവം. കടലാമയ്ക്ക് കരിവണ്ടിലുണ്ടായ സന്തതിക്ക് നീല പെയിന്റ് അടിച്ചതുപോലെ ഉണ്ട്.
ഇത് എവിടുന്ന് ചെകഞ്ഞെടുത്ത ആശാനെ? സുനിച്ച ആശാനെ 1 മിനിറ്റ്. 60,000 രൂപ ലാഭത്തിന് സന്തോഷമായിട്ടൊരു സാധനം വാങ്ങി വീട്ടിലേക്ക് വരുന്ന ആശാന്റെ നെഞ്ചത്തൂർത്തുന്ന വർത്താനം പറയാനുള്ള കനക നിനക്ക് അസൂയ. സ്വന്തമായിട്ട് കാറില്ലാത്തന്റെ അസൂയ. ഇത്രയും നല്ല കണ്ടീഷൻ വണ്ടി വാങ്ങിച്ചു കൊടുത്ത് എന്നെ വേണമല്ലോ പറയാൻ. എടാ കനക, ഇത് ഉഗ്രം വണ്ടിയാടാ. ആ? അച്ഛനെ ആശാൻ പോയി ചേച്ചിയും മക്കളെയൊക്കെ വിളിച്ചോണ്ട് വാ. നമ്മളെ കലക്കം വണ്ടി ഒന്ന് കാണട്ടെ. സുഖോ ഏമോയ്, എടാ മക്കളെ വാടാ വാടാ. ആ, കനക നീ വന്നേ. എന്താ? നീ ഭാഗ്യമുള്ളവനെ. ചുറ്റി കടിച്ചാലും നീ പെട്ടെന്നൊന്നും ചാവത്തില്ല. ആണോ? പിന്നെ നീ എത്രയും പെട്ടെന്നൊരു ബമ്പർ ലോട്ടറി എടുത്തു. ഉറപ്പായിട്ട് നിനക്ക് 1ാം സമ്മാനം അടിച്ചു. ശരിക്കും? ആ അതെന്താ കാര്യം? നീ കണ്ടല്ലേ? ഡാ, ഞാൻ ബ്രേക്ക് കിട്ടിയപ്പോ ഈ വണ്ടി നിന്നടാ. അപ്പൊ നിക്കില്ലായിരുന്നോ? അങ്ങനൊന്നും അനുസരിക്കുന്നവനല്ലടാ ഈ മിടുക്കൻ. നിന്റെ ഭാഗ്യത്തിനങ്ങ് നിന്നടാ. വാ വാ വാ, ദേടി കണ്ണ് തുറന്ന് നോക്ക്.